ദൈവത്തിനുമ്പാകെ ആയിരിക്കുന്നു. കർത്താവിൻ പ്രസിദ്ധനായ പാസ്റ്റർ കെ ജോയ് അവറുകൾ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് ലഭിച്ച സമയത്തിനുള്ളിൽ ദൈവം ഏൽപ്പിച്ച ആലോചന ഇപ്പോൾ അറിയിക്കുന്ന പാസ്റ്റർ കെ ജോയ്. പ്രൈസ് ദ ലോർഡ്. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ 92ാമത് വാർഷിക കൺവെൻഷനിൽ ദൈവവചനവുമായി നിൽക്കുവാൻ എന്നെ ബലപ്പെടുത്തിയ സ്വർഗസ്ഥനായ പിതാവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവരുകളോടും അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇന്നേക്ക് കൃത്യം 50 വർഷങ്ങൾക്ക് മുമ്പ് 13 വയസ്സുള്ള ബാലകനായി 1966 ജനറൽ കൺവെൻഷനിലാണ് ആദ്യം ഞാൻ ഈ കൺവെൻഷൻ്റെ പ്ലാറ്റ്ഫോറത്തിൽ കാലുകുത്തി 5 മിനിറ്റ് PYPയിൽ പ്രസംഗിച്ചത്. അനുഗ്രഹീതനായ ദൈവദാസൻ സാറപ്പച്ചൻ എന്നെ തൻ്റെ അരികിൽ വിളിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നീ അനുഗ്രഹിക്കപ്പെട്ട് ഒരു ദൈവദാസനായി തീരും എന്ന് പറഞ്ഞു. 14-ാം വയസ്സിൽ ഈ പോർക്കളത്തിൽ ഇറങ്ങി 14 രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചു. അങ്ങനെ 1966 കഴിഞ്ഞാൽ കൃത്യം 50 വർഷം തികഞ്ഞപ്പോൾ എൻ്റെ ഗോൾഡൻ ജൂബിലി കൺവെൻഷനിലാണ് ഞാൻ ദൈവവചനം സംസാരിക്കുന്നത്. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവാൻ സന്തോഷമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഭാരതത്തിലെ ക്രിസ്തീയ സഭ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ യോഗങ്ങളുടെ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ, അഭിഷിക്തരായി ദൂതുകൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി 2 വേദഭാഗങ്ങൾ വായിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം ആദ്യം വായിക്കണം. അതേ തുടർന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 35 മുതൽ 38 വരെ ഈ വേദഭാഗങ്ങൾ വായിക്കാം. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എബ്രായർ 11:35 മുതൽ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രൈസ് ഗോഡ്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ തിരുവചനത്തിനായ സ്തോത്രം, തിരുസാന്നിധ്യത്തിനായ സ്തോത്രം. അനുഗ്രഹീതരായ ദാസന്മാരിലൂടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശങ്ങൾക്കായ സ്തോത്രം. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഈ രാത്രി തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ ഏറ്റവും അധികമായി ആത്മീയ സത്യത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട് രക്തസാക്ഷിയായി തീർന്ന മനുഷ്യൻ ഹാബേൽ ആയിരുന്നു. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു യാഗം കഴിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. അവൻ്റെ സ്വന്തം സഹോദരനായ കായീൻ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ വകവരുത്തിയതായി ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കാണുന്നു. സംഭവത്തിന് ശേഷം 4068 കൊല്ലം കഴിഞ്ഞ് എഴുതിയ എബ്രായ ലേഖനകാരൻ എഴുതി, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഈ വിശ്വാസം എങ്ങനെ വന്നു? റോമാലേഖനം 10:17 വായിക്കുന്നു,
വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അവന് കേൾക്കുവാനുള്ള അവകാശം എവിടെ നിന്ന് വന്നു? ഭൂതലത്തിൽ മുഴങ്ങിക്കട്ടെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം ഉൽപ്പത്തി 3:15 പ്രസംഗകൻ ദൈവം, കേൾവിക്കാർ ആദം ഹവ്വമാർ. പ്രസംഗ വിഷയം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഒരു സംഭവത്തിലൂടെ ദൈവം ലോകത്തിൽ വരേണ്ട രക്ഷകനെ കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട ആദം ഹവ്വമാർക്ക് വേണ്ടി ഒരു തോലുടുപ്പുണ്ടാക്കി കൊടുത്തുവെന്ന് ഉൽപ്പത്തി 3:21 കാണുന്നു. ഈ തോൽ എവിടെ നിന്ന് വന്നു? ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന പദം കാണുന്നു. ഈ രണ്ട് വാക്യം സംയോജിപ്പിച്ച് പഠിച്ചാൽ നോക്കൂ, പരമപരിശുദ്ധനായ ദൈവം ഒരു ഭാഗത്ത്, പാപപങ്കലനായ മനുഷ്യൻ മറുഭാഗത്ത്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കാണുവീൻ. പിടഞ്ഞു മരിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിലെ പച്ച പുൽത്തകിടിയിൽ ചോര ചിന്തുന്ന കുഞ്ഞാട് ആര്? നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ഉലാവുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു തന്നെ. വിശ്വസിക്കുന്നു ദൈവമക്കളെ? ആ സത്യം ആദം ഹവ്വമാർ ഹാബേലിനും കയീനും പറഞ്ഞു കൊടുത്തു. ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു. ആട്ടിൻകുട്ടിയെ എടുക്കുമ്പോൾ അവൻ വിശ്വസിച്ചു ലോകരക്ഷകൻ ഒരു ദൈവ കുഞ്ഞാടായിരിക്കും. മേധസ്സിൽ എടുക്കുമ്പോൾ അവൻ്റെ വാർദ്ധക്യത്തിലോ ദൗർബല്യത്തിലോ ശൈശവത്തിലോ നിർബലതയിലോ അല്ല, നവ യൗവന രക്തമാണ് യേശു നമുക്ക് വേണ്ടി ചിന്തിയത്. വിശ്വാസത്തിൽ കണ്ടു. കടിഞ്ഞൂലിൽ നിന്നെടുത്തു. സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ് ക്രിസ്തു. തന്നെ പ്രസവിച്ച മകൻ ആദ്യജാതനാണ് ക്രിസ്തു. ആ പുനരുത്ഥാന പുത്രന്മാരിൽ അവൻ ആദ്യജാതനാണ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ബലിമരണത്തെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് യാഗം കഴിച്ച ഹാബേൽ അന്ന് തന്നെ രക്തസാക്ഷിയായി മരിച്ചു. ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതി ക്രിസ്തുവിൽ കൂടെ മാത്രമേ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കേരള സംസ്ഥാനത്തോടും ഇന്ത്യ മഹാരാജ്യത്തോടും ഏഷ്യ ഭൂഖണ്ഡത്തോടും ഭൂസീമവാസികളോടും ഞങ്ങൾക്കറിയിപ്പാൻ ഒരു സന്ദേശമുണ്ട്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കു മുകളിൽ മനുഷ്യരുടെ ഇടയിൽ പാപിക്ക് രക്ഷകൻ യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രം. ഈ സത്യം തുറന്ന് പറയാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഈർച്ച വാളുകൊണ്ട് അറുത്താലും രക്തം ചിന്തണ്ടി വന്നാലും പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു സഭയാണ് പ്രൈസ് ദി ലോർഡ് കർത്താവ് സ്ഥാപിച്ചത്. ഹാബേലിന്റെ രക്തസാക്ഷി മരണത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കൂ, ജനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 24-ാം അധ്യായം 20 മുതൽ 22 വരെ അശേര പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും ദൈവാലയത്തിൽ സ്ഥാപിച്ചപ്പോൾ ശക്തിയുക്തം എതിർത്ത ആ സെഖര്യാവെന്ന പുരോഹിതനെ ദേവാലയത്തിനും പ്രാകാരത്തിനും ഇടയ്ക്ക് വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. ചുടുചുടായിന്ന് രക്തം ചെന്ന് മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവൻ അക്കരെ നാട്ടിലേക്ക് പോയി. മർക്കോസ് വിശേഷം 6-ാം അധ്യായം 20 മുതൽ 28 വരെ നോക്കൂ. പാപത്തിനെതിരെ ശബ്ദിച്ച, അഭിഹിത ബന്ധത്തിനെതിരെ ശബ്ദിച്ച, അസാൻമാർഗിക്കെതിരെ ശബ്ദിച്ച യോഹന്നാൻ സ്നാപകന്റെ തല കൊയ്തെടുത്തു. ചുടുചോര ചിന്തി ആ ഭക്തൻ അക്കരെ നാട്ടിൽ പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 50 മുതലുള്ള വാക്യങ്ങൾ നോക്കൂ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച സ്തെഫാനോസ് എന്ന ദൈവഭക്തനെ കല്ലെറിഞ്ഞു കൊന്നു. കർത്താവേ, ഈ പാപം അവർക്ക് നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. ശ്രദ്ധിക്കൂ, ഹാബേലിന്റെ രക്തം, തുടർന്ന് സെഖര്യാവിന്റെ രക്തം, അതേ തുടർന്ന് യോഹന്നാൻ സ്നാപകന്റെ രക്തം, അതേ തുടർന്ന് സ്തെഫാനോസിന്റെ രക്തം. ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ രക്തം ചിന്തി ഈ സുവിശേഷത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചെങ്കിൽ നാം നിൽക്കുന്നത് സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഒരു സ്തോത്രം ചെയ്യാമോ? പൗലോസ് പറഞ്ഞു, എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് നിന്നിലുള്ള ജീവശ്വാസം പ്രാണനാണ് കേട്ടോ. സൈക്കിള് പഞ്ചറായാൽ, ടയറിൽ പഞ്ചറായാൽ ഷോപ്പിൽ കൊണ്ടുപോയി അത് നിറയ്ക്കാം.
നിന്റെ ജീവശ്വാസം പോയാൽ ദൈവത്തിനല്ലാതെ നിറയ്ക്കാൻ പറ്റുകയില്ല. ആയിരക്കണക്കിന് സാധനങ്ങൾ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാം. ലോകം മുഴുവൻ വിറ്റാലും പ്രാണനെ വാങ്ങിപ്പാൻ കഴിയുകയില്ല. അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ കരള്, ഹൃദയം, കണ്ണ് ഇത്യാദി ഡൊണേറ്റ് ചെയ്യും. പക്ഷേ പ്രാണനെ ഡൊണേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. ലോകത്തിലെങ്ങും നിറയ്ക്കുവാൻ കഴിയാത്ത ജീവൻ, ലോകത്തിൽ ആർക്കും വാങ്ങുവാൻ കഴിയാത്ത ജീവൻ, ലോകത്തിൽ ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത ജീവൻ. മാത്രമോ ഒരു ചെറിയ മൂട്ടയെ കൊല്ലാൻ ചെല്ലൂ, ഓടി ഒളിക്കും. ഈച്ചയടിക്കാൻ ചെല്ലൂ, ഓടി ഒളിക്കും. ഉത്തരത്തിൽ പറ്റിപ്പിടിച്ച പല്ലിക്കുട്ടിക്കും, കട്ടിൻ്റെ കീഴെ പാത്തിരിക്കുന്ന മൂട്ടക്കുട്ടിക്കും, ചിലന്തി വലയിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ചിലന്തിക്കുട്ടിക്കും, മൂളിപ്പാട്ട് പാടി 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 വട്ടമിട്ട് മറക്കുന്ന കൊതുകിൻ്റെ കുഞ്ഞിനും പ്രാണൻ വിലയേറിയതാണ്. പക്ഷെ സുവിശേഷത്തിന്റെ വാഹിക്ക് പ്രാണൻ വിലയേറിയതല്ല. വിശ്വസിക്കുന്നവരുടെ കൈ ഒന്ന് കണ്ടു ഞാൻ. ജീവനെ മറുവിലയായി പ്രാണനെ ത്യജിച്ച ജനം സെബൂലൂൻ, നഫ്താലി പോർക്കളം മേടുകളിൽ തന്നെ. ആ മേടുകളിൽ നിൽക്കുന്നവരുടെ കരം ഒന്ന് കണ്ടു ഞാൻ. സാക്ഷികളുടെ വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നു. ഇനി അകത്തേക്കൊന്ന് നോക്കിയേ. ആരാ? 2 കോരിന്ത്യർ 4:7 അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ പറക്കുന്നു, പകർന്നിരിക്കുന്നു. സകലവിധത്തിലും കഷ്ടമനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിക്കുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കാരണം സൂപ്പർ നാച്ചുറൽ പവർ, തീയുടെ അഭിഷേകം ലഭിച്ചവരാണ് ദൈവമക്കൾ. സഖറിയാവിന്റെ പ്രവചനം 2:5 ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ഭാരതമേ, നീ ഇതറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. തീ മതിലിനകത്ത് പാർക്കുന്ന കൂട്ടമാണ് ദൈവമക്കൾ. തീർന്നോ? മത്തായി 3:11 തീ കൊണ്ടുള്ള സ്നാനമേറ്റവരാണ് ദൈവമക്കൾ. മതിയോ? ആമേൻ. അവരുടെ അകത്ത് തീ കൊണ്ടുള്ള അഭിഷേകമുണ്ട്. യിരെമ്യാവ് 20:9 ഞാൻ ഇനി അവന് ഓർക്കയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കലെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം എൻ്റെ അസ്ഥികളിൽ കത്തുന്ന തീ പോലെ ഇരിക്കുന്നു. ലോകത്തിലേക്കും പഴയ പുസ്തകം, ലോകത്തിലേക്കും എതിരാളികളുടെ പുസ്തകം, ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ അകത്ത് കത്തുന്ന തീയാണ്. അയ്യോ, പ്രൈസ് ഗോഡ്. തീ കൊണ്ടുള്ള മതിൽ ചുറ്റും, തീ കൊണ്ടുള്ള അഗ്നി സ്നാനം നമ്മുടെ മേൽ, അഗ്നിയാലുള്ള അഭിഷേകം നിന്റെ അന്തരംഗത്തിൽ, തീ കത്തുന്ന വചനം ദൈവം നിന്റെ ഹൃദയത്തിൽ തന്നു. ദൈവ സ്നേഹത്തിന്റെ തീ, ആത്മഭാരത്തിന്റെ തീ, ദൈവവചനത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, ആത്മസ്നാനത്തിന്റെ തീ. ആ തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ? പീഡനത്തിന് സഭ ഒതുക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുക. ഇനി വലത്ത് നോക്കൂ. യഹോവയായ കർത്താവൻ എൻ്റെ മുൻപിൽ വെച്ചു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൗത്യം കൊടുത്തിട്ട് ടാറ്റ ബൈ ബൈ പിന്നെ കാണാം എന്ന് പറഞ്ഞ ഒരു ഗുരുവല്ല നമ്മുടേത്. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഉലാവുന്നു. ഉറബദല പൗരാസി മാറത്ത് പൊൻകച്ച കിട്ടിയവൻ ആരെ? അദൃശ്യനായ ദൈവത്തിന് ഭ്രമ. ഇവൻ ആര്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശുവിൻ്റെ തിരുസാന്നിധ്യം നിന്റെ സഭയോടുകൊണ്ട്. മറ്റൊരു മതകർത്താവ് ലോകത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന്. ആ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തോടെ അനുഭവിക്കുന്നവർ മാത്രം കരങ്ങളിൽ സ്തോത്രം ചെയ്യും. നോക്കൂ, ചുറ്റും നോക്കൂ, സാക്ഷിയുടെ വലിയ സമൂഹം. ഇനിയും വലത്ത് ഭാഗത്ത് നോക്കൂ, യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം. അകത്തേക്ക് നോക്കൂ, അത്യന്തമായ ശക്തി. ഇനി മുകളിലോട്ട് നോക്കൂ, തുറക്കപ്പെട്ട ഒരു പറുദീസയുണ്ട്. ആമേൻ. രക്തസാക്ഷികളെ സ്വീകരിപ്പാൻ സമുദ്രതീരത്ത് പാർക്കുന്ന ഒരു കുട്ടി ഒരു ഗ്ലാസ് കുപ്പിക്കകത്ത് ഒരു മത്സ്യത്തെ വളർത്തുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്ന കുപിതനായ കുട്ടി ഈ ഗ്ലാസ് കുപ്പിയും മത്സ്യം കൂടെ എടുത്ത് സമുദ്രത്തിലോട്ടൊറ്റ ഏറെറിഞ്ഞു. പക്ഷെ അത് വീണത് മറഞ്ഞിരുന്ന ഒരു പാറയില. കുപ്പി പൊട്ടി ചിന്നി ചിതറി
കുട്ടി വിചാരിച്ചു, ഓ, ഞാൻ ആ മത്സ്യത്തെ കഷണമാക്കിയെന്ന്. മൂഢനായ കുട്ടി ഏറിന്റെ ഊക്കിനാൽ ആ കുപ്പിയെ പൊട്ടിയുള്ളൂ, അകത്ത മത്സ്യം സമുദ്രത്തിലേക്ക് തിരികെ ചേരുവായിരുന്നെങ്കിൽ നീറോ, ഹിറ്റ്ലർ, നെപ്പോളിയൻ, കായിൻ, ഭാരതത്തിലെ സുവിശേഷ വിരോധികൾ ദൈവഭക്തന്മാരെ അറത്ത് കൊല്ലുമ്പോൾ, ഇടിച്ചു കൊല്ലുമ്പോൾ, ചുട്ടരിക്കുമ്പോൾ ഈ പുറം കുപ്പിയെ പൊട്ടിയിട്ടുള്ളൂ. അകത്തെ അന്തരാത്മാവ് സ്നേഹസാഗരത്തിലേക്ക്. ഇത് നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ലോകമേ ഈ കുപ്പിയെ നിനക്ക് പൊട്ടിക്കാൻ കഴിയൂ? അകത്തെ ആത്മാവ് പ്രതീക്ഷിച്ച സാഗരത്തിലാണ്. കൂട്ടിനകത്തുള്ള പക്ഷി അനന്തവിഹായസിൽ പറന്നതുപോലെ ഈ കൂടാരം വിട്ട് രക്തസാക്ഷികൾ അക്കരയ്ക്ക് പോയി. ചുറ്റും നോക്കൂ, സാക്ഷികളുടെ സമൂഹം. അകത്ത് നോക്കൂ, അലൗകികമായ അഗ്നി. മുകളിലോട്ട് നോക്കൂ, തുറക്കപ്പെട്ട പ്രതീസ രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. വലത്തോട്ട് നോക്കൂ, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം ഭാവിച്ച ക്രിസ്തു. ഇനിയും ദൈവമക്കൾ മുന്നോട്ട് നോക്കിയേ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലാണ്, വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്ന ക്രിസ്തുവിനെ ദൈവം ഏറ്റവും ഉയർത്തി. ഞങ്ങൾ മുന്നിൽ കാണുന്നത് എന്താ? അവന്റെ മുൻപിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെ മടക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു. അതെത്ര പേര് കാണുന്നു? നിന്റെ ഇടത്തെ കൈയുടെ കുഴയ്ക്ക് ഒരു പ്രാവശ്യം പൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹാർട്ടിന് ഒരു ബീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ മൂക്കിൽ ഒരു പ്രാവശ്യം ശ്വാസം എടുത്തിട്ടുണ്ടെങ്കിൽ, സ്നേഹിത, ഒരു ദിവസം അവന്റെ മുൻപിൽ മുട്ടുകുത്തി യേശു കർത്താവെന്ന് പറഞ്ഞേ തീരുകയുള്ളൂ. വിശ്വസിക്കുന്നോ? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവന്റെ മുമ്പിൽ മടങ്ങുന്ന കാഴ്ച ഞങ്ങൾ വിശ്വാസത്തിൽ കാണുകയാണ്. ആകയാൽ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ സകല രാജാക്കന്മാർക്ക് അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നത് എഴുതിയിരിക്കുന്നു. ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈ ഭൂമിയിൽ ഈ ഒരൊറ്റ പുസ്തകത്തിലേ ഉള്ളൂ. അറിയാമോ? ദൈവ മതത്തിൻ്റെ പേരിൽ കൊന്നാൽ പുണ്യമാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മുടെ ചുറ്റുമുള്ളവർ. പക്ഷെ നമ്മുടെ അരുമനാഥൻ പഠിപ്പിച്ചത് അങ്ങനല്ല. ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രുവിന് തിന്മാൻ കൊടുക്കുക, വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കൂ, ദാഹിച്ചാൽ കുടിക്കാൻ കൊടുക്കൂ. ഈ പ്രാണപ്രിയനെ സേവിക്കുന്നവരാ ഞങ്ങൾ. ഞങ്ങളുടെ ദൈവാലയങ്ങൾ പലതും തീ വച്ച് ചുട്ടു, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ ഇടിച്ച് തകർത്തു. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ ഒരൊറ്റ അമ്പലവും ചുട്ടിട്ടില്ല, ഇനി ചുടത്തില്ല. മസ്ജിദുകൾ ഞങ്ങൾ പൊളിച്ചിട്ടില്ല, ഗുരുദ്വാര ഞങ്ങൾ തകർത്തിട്ടില്ല. ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. ഒരു മിഷണറിയെയും 2 കുഞ്ഞുങ്ങളെയും തീ വച്ച് ചുട്ടരിച്ചപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആമേൻ. ഛത്തീസ്ഗഡിൽ ഒരുത്തനെ കഷണമായി കണ്ടിച്ച് രക്തസാക്ഷിയെ മരിക്കുമ്പോൾ ഉടുത്തിരുന്ന സാരി കൊണ്ട ശവകഷണങ്ങൾ പൊക്കിയെടുത്ത് പോയി. ഞങ്ങൾ പ്രതികാരം ചെയ്തില്ല, ഒരു പൂജാരിയെ ഞങ്ങൾ കൊന്നിട്ടില്ല, ഒരു മതപുരോഹിതനെ ഞങ്ങൾ തകർത്തിട്ടില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. ഭാരതത്തിലെ ഭരണകർത്താക്കളെ, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനിക്കർ 1:7-8 കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. ആമേൻ. പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസവും നൽകുന്നത് നീതിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഭാരതഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം നിന്നാട്ട് നമ്മുടെ അകത്തുള്ള മ്ലേച്ഛതകളൊക്കെ ഒന്ന് മാറ്റി സ്റ്റാൻഡപ്പ് പ്ലീസ്. ആന്തരിക യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും അധികാര മോഹങ്ങളും യേശുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഇന്ന് രാത്രി ഒന്ന് മാറ്റി പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും പീഡ
അനുഭവിക്കുന്നവരോട് പ്രാർത്ഥിപ്പാൻ തയ്യാറുള്ളവരുടെ കരം ഒന്ന് ഉയർന്നു നിൽക്കട്ടെ. എല്ലാ വായും തുറക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികാരസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥരും വിധവമാരുമായി തീർന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ അറിയാതെ ചെയ്യുന്നത് കൊണ്ട് അവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് വേഗം വരുമല്ലോ. പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുമല്ലോ. ആ നല്ല സുദിനത്തിനായി 1000 കോടി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ അന്തരംഗത്തിലെ സകല അശുദ്ധികളും ഇന്ന് രാത്രി മാറ്റി ഭാരത ഭൂമിയെ സന്ദർശിക്കണമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അനുയോജ്യമായ ഒരു ഗാനത്തിൻ്റെ 1-2 ചരണങ്ങൾ ചേർന്ന് പാടാം. സ്വന്തം ജനത്തിന് പീഡകൾ ചെയ്തവരെ ബന്ധിതരാക്കി അധർമ്മികൾക്ക് അന്തം വരുത്തുവാൻ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്ദകൾ സഹിച്ചവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു വരുമെന്ന് പ്രതീക്ഷയുള്ളവർ മാത്രം കൈയടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടിയാട്ട് ചില തരണങ്ങൾ. ജീസസ്